DGP ദർവേസ് സാഹിബ് എന്ന് പറയുന്നത് പിണറായി വിജയന്റെ വീട്ടിലെ അടുക്കള പണിക്കാരനല്ല. കേരളത്തിലെ ഏതൊരു സ്ത്രീക്കെതിരായിട്ടാണോ ആ സ്ത്രീയെ സമൂഹ മധ്യത്തിൽ അപമാനിക്കുന്നത്, ആ അപമാനം തുടർന്നുകൊണ്ടിരിക്കുന്നത്, ആ വ്യക്തിയെ കയറൂരി വിടാൻ വേണ്ടിയിട്ടല്ല. ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള അമ്മമാർ, സ്ത്രീകൾ, കുട്ടികൾ ഞങ്ങൾ മുണ്ട് മുറുക്കി ഉടുത്തുകൊണ്ട് സർക്കാർ ഖജനാവിലേക്ക് അയക്കുന്ന പണമെടുത്തുകൊണ്ട് നിങ്ങൾ ബഹുമാനപ്പെട്ട DGP നിങ്ങൾ ഇവിടെ ശമ്പളം പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ക്രിമിനലുകളെ പിടിക്കാൻ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് ഇവരെ കൈകാര്യം ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ താങ്കൾ ഇരിക്കുന്ന ഓഫീസിന്റെ മുന്നിൽ ആ ഓഫീസിനെ ഉപരോധിക്കാൻ ശോഭാ സുരേന്ദ്രൻ തയ്യാറാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും ഞാൻ ഇവിടുത്തെ DGP മുൻപാകെ വെക്കുകയാണ്. ഇതിനു മുൻപ് കേരളത്തിന്റെ DGP ദർവേസ് സാഹിബിനെ ഞാൻ മറ്റൊരു പരാതി തന്നിരുന്നു. ആ പരാതി എന്തായിരുന്നു? ഞാൻ ഒരു കള്ളു ഷാപ്പില് ഭക്ഷണം എടുത്തു കൊടുക്കുന്ന ഒരു സ്ത്രീയുടെ രൂപത്തിൽ മുണ്ടും ബ്ലൗസും, ആ ജോലിയൊന്നും ഒരു സ്ത്രീ എടുക്കുന്ന ഏതൊരു ജോലിയും, പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയുണ്ടോ? കള്ളു കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകൾക്ക് സ്ത്രീകളാണ് നഗ്നമായിട്ട് ഡ്രസ് ഇട്ടുകൊണ്ട് ഇതെടുത്തു കൊടുക്കുന്നത് ആണോ? ഒരു ഓലപ്പുഴ കെട്ടി ഒരു കള്ളു ഷാപ്പിന്റെ ചിത്രം വരച്ചു വെച്ച് അവിടെ എന്റെ മുഖവും അതുപോലെ തന്നെ വേറൊരു സ്ത്രീയുടെ രൂപത്തിലും സൈബർ അറ്റാക്ക് നടത്തിയ ആളാണ് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ MLA സലാമിനെതിരെ ഞാൻ പരാതി കൊടുത്തു DGPക്ക്. ഇതുവരെ DGP ആ പരാതി അന്വേഷിച്ചിട്ടില്ല. എന്റെ വ്യാജ ഓഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി കൊടുത്തു. ആ പരാതിയെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. എന്നെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി ഈ കഴക്കൂട്ടത്ത് എന്റെ പേരിൽ ഇല്ലാത്ത ഒരു ഭൂമി 20 ലക്ഷം രൂപയുടെ 1 സെന്റ് വിലയുള്ള 1 ഏക്കർ ഭൂമിയുണ്ട് എന്ന് പറഞ്ഞ് അപമാനിച്ചവർക്കെതിരെ പരാതി കൊടുത്തു. ആ പരാതിയിൽ ഒരു നടപടിയില്ല, ഒരു ചോദ്യം ചെയ്തില്ല. ഇവിടെ കേരളത്തിൽ തന്നെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ എന്റെ ഫ്ലക്സ് ബോർഡുകൾ അതെല്ലാം തന്നെ വെട്ടിയെടുത്ത് ഒരു സ്ത്രീയുടെ മുഖം വെട്ടിയെടുത്ത് അവിടെ ആരിഫിന്റെ മുഖം ചേർത്ത് വെച്ച് അവിടെയും ഞാൻ ഇവിടുത്തെ കളക്ടർക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തു. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ രീതിയിലാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ കൊണ്ടുപോകാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രിയുടെ താളത്തിനൊത്ത് തുള്ളുന്ന DGP ദർവേസ് സാഹിബും ശ്രമിക്കുന്നതെങ്കിൽ ദർവേസ് സാഹിബ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട DGPയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ വളയിട്ട കൈകളുണ്ടല്ലോ, ആ വളയിട്ട കൈകൾ അങ്ങനെ മനോഹരമായി തന്നെ ഇരിക്കണം എന്ന് ശടിക്കരുത്. താങ്കളുടെ വീടിന്റെ മുന്നിലും മുദ്രാവാക്യം വിളിക്കാൻ, താങ്കളെ വേണമെങ്കിൽ തെരുവിൽ താങ്കളുടെ ജീപ്പിനെ ഉൾപ്പെടെ തടയാൻ നട്ടലുള്ള ഒരു സ്ത്രീയാണ് കേരളത്തിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.